നമസ്കാരം. കേരള വിഷൻ ടൈം ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. രാമങ്കരി പഞ്ചായത്ത് ഭരണം CPMന് നഷ്ടമായി. കോൺഗ്രസ് കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയം 4 CPM അംഗങ്ങളുടെ പിന്തുണയോടെ പാസായി. CPM വിട്ട രാമങ്കരി പഞ്ചായത്ത് പ്രസിഡന്റ് R. രാജേന്ദ്രകുമാറും വൈസ് പ്രസിഡന്റ് കുഞ്ഞുമോൾ ശിവദാസനും പുറത്ത്. രാഷ്ട്രീയ ദൗത്യം നിർവഹിച്ചെന്ന് കോൺഗ്രസ്. പുഞ്ചകൃഷി വിളവെടുപ്പ് അവസാന ഘട്ടത്തിലെത്തിയപ്പോൾ നെല്ല് സംഭരണം പ്രതിസന്ധിയിൽ. കുട്ടനാട്, അപ്പർ കുട്ടനാട് മേഖലകളിലെ പല പാടശേഖരങ്ങളിലും നെല്ല് കെട്ടിക്കിടക്കുന്നു. കർഷകർ പ്രതിസന്ധിയിൽ. കർഷകരെ സഹായിക്കാൻ ഉചിതമായ നടപടി സ്വീകരിക്കുമെന്ന് കൃഷിമന്ത്രി P. പ്രസാദ്. കുട്ടനാട് ഫൈൻ ആർട്സ് സൊസൈറ്റിയുടെ പ്രഥമ പൊൻകുന്നം വർഗീസ് സ്മാരക പുരസ്കാരം മുൻമന്ത്രി G. സുധാകരന്. മെയ് 18 നടക്കുന്ന ചടങ്ങിൽ പുരസ്കാര സമർപ്പണം നടക്കും. മലക്കപ്പാറയിൽ നിന്ന് ചതുരംഗപ്പാറയിൽ KSRTCയിലെ പാട്ടുകാരൻ വീണ്ടും. നേരത്തെ ബസ്സിനുള്ളിലിരുന്ന് പാടി സമൂഹമാധ്യമങ്ങളിൽ വൈറലായി. ഇപ്പോഴിതാ ബസ്സിന് വെളിയിൽ പാട്ടിൻ്റെ പാലാഴി തീർക്കുന്നു. കൈയടിച്ച യാത്രക്കാർ. ഓട്ടോ ഡ്രൈവറായ വിനോദ് കുമാർ ജീവൻ നിലനിർത്താൻ ഉദാരമതികളുടെ സഹായം തേടുന്നു. 6 മാസം മുമ്പുണ്ടായ വാഹനാപകടമാണ് വിനോദ് കുമാറിൻ്റെയും കുടുംബത്തിൻ്റെയും ജീവിതം കണ്ണീരിലാഴ്ത്തിയത്. രാമങ്കരി പഞ്ചായത്ത് ഭരണം CPMന് നഷ്ടമായി. UDF കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയം പാസായി. CPM വിട്ട പഞ്ചായത്ത് പ്രസിഡന്റ് R. രാജേന്ദ്രകുമാറും വൈസ് പ്രസിഡന്റ് കുഞ്ഞുമോൾ ശിവദാസനും പുറത്തായി. UDF കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയം 4 CPM അംഗങ്ങളുടെ പിൻബലത്തോടെയാണ് പാസായത്. അവിശ്വാസ പ്രമേയത്തെ അനുകൂലിച്ച 4 CPM അംഗങ്ങൾ വോട്ട് ചെയ്തു. 1/4 നൂറ്റാണ്ടായി CPM ഭരിക്കുന്ന പഞ്ചായത്താണ് രാമങ്കരി. അടുത്തിടെ പഞ്ചായത്ത് പ്രസിഡന്റ് രാജേന്ദ്രകുമാർ ഉൾപ്പെടെയുള്ള കുറച്ചുപേർ CPM വിട്ട CPIയിൽ ചേർന്നിരുന്നു. 13 അംഗ ഭരണസമിതിയിൽ LDFന് 9ഉം UDFന് 4 അംഗങ്ങളാണ് ഉണ്ടായിരുന്നത്. R. രാജുമോൻ, ഡെന്നി സേവ്യർ, സോളി ആന്റണി, ഷീന റജപ്പൻ എന്നീ UDF അംഗങ്ങളും KP അജയ് ഘോഷ്, സൂര്യ ജിജിമോൻ, ബിൻസ് ജോസഫ്, വിശ്വമോഹൻ എന്നീ CPM അംഗങ്ങളും അവിശ്വാസ പ്രമേയത്തെ അനുകൂലിച്ചു. ഇതോടെയാണ് പ്രമേയം പാസ്സായത്. തുടർന്ന് രാജേന്ദ്രകുമാർ പ്രസിഡന്റ് സ്ഥാനവും പഞ്ചായത്ത് അംഗത്വവും രാജിവെച്ചു. വൈസ് പ്രസിഡന്റിനെതിരെയുള്ള അവിശ്വാസ പ്രമേയവും ഉച്ചയ്ക്ക് ശേഷം പാസായി. CPMുമായുള്ള എല്ലാ ബന്ധങ്ങളും ഉപേക്ഷിച്ചെന്ന് രാജേന്ദ്രകുമാർ പറഞ്ഞു. CPMുമായിട്ടുള്ള എല്ലാവിധ ബന്ധവും 5 മിനിറ്റ് മുമ്പ് അവസാനിപ്പിച്ചു. മാനസികമായി 6 മാസം മുമ്പ് അവസാനിപ്പിച്ചത്. എന്താണതിന് അടിസ്ഥാനപരമായ കാരണമെന്ന് വളരെ കൃത്യമായി ഞാൻ നിങ്ങളോടൊക്കെ തന്നെ വിശദീകരിച്ചിട്ടുള്ളതാണ്. ഒരു കാരണവശാലും CPMൽ നിൽക്കാൻ കഴിയില്ല, അവർ നിർത്തില്ല, പറയുന്ന കാരണങ്ങളൊന്നും പരിഹരിക്കാൻ ശ്രമിച്ചില്ല എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് കുട്ടനാട്ടിൽ 300ഓളം ആളുകൾ CPM വിട്ടത്. സാങ്കേതികമായി ഞങ്ങൾ ചുറ്റിയരിവാൾ നക്ഷത്രത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ടവരായതുകൊണ്ട് ഞങ്ങൾ തുടർന്നു. ഇതിനു മുമ്പേ രാജിവെച്ച് CPIയുടെ പ്രവർത്തനങ്ങൾക്ക് ഇറങ്ങണം എന്ന് CPIയുടെ ജില്ലാ സെക്രട്ടറിയോട് ഞാൻ പറഞ്ഞാണ്. തൽക്കാലം നിൽക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് നിന്നത്. ഇന്നത്തെ അവിശ്വാസത്തിൽ രേഖപ്പെടുത്തിയ ഒരു കാരണം മാത്രം. അത് രാജ്മോഹൻ എന്ന് പറയുന്ന UDFൻ്റെ മെമ്പർ അവതരിപ്പിച്ചു. ഷോപ്പിംഗ് കോംപ്ലക്സ് പൊളിച്ചിട്ടിരിക്കുക. അത് പണിയുന്ന കാര്യത്തിൽ കെടുകാര്യസ്ഥതയാണ്, ഭരണസ്തംഭനമാണ്. പൊളിച്ചിട്ടത് ഈ 13 മെമ്പർമാരും ഐകകണ്ഠേന പൊളിക്കാൻ തീരുമാനിച്ചു. ബലക്ഷയമാണ്, അങ്ങനെ പൊളിച്ചതാണ്. ബഹുമാനപ്പെട്ട കുട്ടനാട് MLA 75 ലക്ഷം രൂപ നൽകാമെന്ന് പരസ്യമായി മൈക്ക് കെട്ടി, ഞാൻ ഫണ്ട് കൊടുക്കും എന്ന് മൈക്ക് കെട്ടി പറഞ്ഞു. ഇപ്പോൾ ആ MLA ഫണ്ട് തരാത്തതിൻ്റെ പിന്നിൽ ആരാണ്? CPM നേതാക്കന്മാരാണ്. രാജേന്ദ്രകുമാറിൻ്റെ പേര് വെച്ച ഫലകം ഒരു കാരണവശാലും ഇവിടെ പാടില്ല എന്ന് ശടിച്ചിട്ടാണ് അവർ ഫണ്ട് തരാനുള്ള ഏർപ്പാടുകളിൽ MLA വിലക്കി. തുടർന്ന് CPI പ്രവർത്തകർ രാജേന്ദ്രകുമാറിനെ സ്വീകരിച്ച് പ്രകടനം നടത്തി. CPMനെതിരെ പ്രകോപനപരമായ മുദ്രാവാക്യം വിളിച്ചായിരുന്നു പ്രകടനം. എന്നാൽ പഞ്ചായത്ത് ഭരണസമിതിയിൽ അംഗങ്ങൾ അനുഭവിച്ച പ്രയാസങ്ങളാണ് തങ്ങളുടെ 4 അംഗങ്ങൾ അവിശ്വാസ പ്രമേയത്തെ അനുകൂലിക്കാൻ കാരണമെന്നായിരുന്നു CPM ലോക്കൽ സെക്രട്ടറി സലിം കുമാറിൻ്റെ പ്രതികരണം. രാജേന്ദ്രകുമാർ ഔദ്യോഗികമായി
ഇരിക്കുക. ഞാൻ പറഞ്ഞല്ലോ. അല്ല, ഈ ഭരണം പോയതിൽ സന്തോഷമുണ്ടോ? ഏതാ ഈ ഭരണം പോയതിൽ സന്തോഷമുണ്ടോ? ഭരണം പോയതിൽ പ്രത്യേക സന്തോഷമൊന്നുമില്ല. സന്തോഷത്തിന്റെ ഭാഗമൊന്നുമല്ല ഇത്. ഇത് ജനങ്ങളുടെ വികാരമാണ്. ഇവിടുത്തെ CPM-ന്റെ രാമൻജില്ല ആൾക്കാരുടെ വികാരമാണ് ഈ പ്രകടിപ്പിച്ചത്. കാര്യമില്ല. അവിടുത്തെ ഇവരുടെ വികാരമാണ്. ഇവര് ഈ 3 മെമ്പർമാരെ അല്ലെങ്കിൽ 4 മെമ്പർമാര് പഞ്ചായത്ത് ഭരണസമിതിയിൽ അനുഭവിച്ച അവർക്ക് നേരിട്ട പീഡനത്തിന്റെ ഫലമാണ് അവരിങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ കാരണം. CPM-ന്റെ സ്ഥാനാർത്ഥി ഉണ്ടാവും. 13-ാം വാർഡിൽ CPM-ന്റെ സ്ഥാനാർത്ഥി ഉണ്ടാവും. ഈ പറയുന്ന രാജേന്ദ്രകുമാർ ഇവിടെ വലിയ വോട്ടിനൊന്നും ജയിച്ച ആളല്ല. 22 വോട്ടിനാണ് കഷ്ടിച്ച് ജയിച്ച ആളാണ്. ഇപ്പോൾ അദ്ദേഹത്തിന്റെ എപ്പോഴും ആരോപണം ഇത് തന്നെയാണ് പാർട്ടിക്കെതിരെ. എപ്പോഴും പുള്ളി എവിടെ പരാജയപ്പെട്ടാലും എല്ലാം പാർട്ടിയുടെ കുഴപ്പമാണ്. പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്തിനായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ തള്ളിപ്പറഞ്ഞ കോൺഗ്രസുമായി ചേർന്ന CPM നേതൃത്വത്തിന്റെ അവസരവാദ സമീപനം ജനം വിലയിരുത്തുമെന്ന് CPI ആലപ്പുഴ ജില്ലാ സെക്രട്ടറി TJ ആഞ്ചലോസ് പറഞ്ഞു. രാമങ്കരി പഞ്ചായത്ത് ഭരണത്തിലെ കെടുകാര്യസ്ഥതയ്ക്ക് എതിരെയുള്ള അംഗങ്ങളുടെ പ്രതികരണമാണ് പ്രതിഫലിച്ചതെന്ന് കോൺഗ്രസ് കുട്ടനാട് ബ്ലോക്ക് പ്രസിഡന്റ് രാജീവ് പറഞ്ഞു. രാമങ്കരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിനും വൈസ് പ്രസിഡന്റിനുമെതിരെ UDF നേതൃത്വത്തിൽ കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയം രാവിലത്തേതും ഉച്ച കഴിഞ്ഞുള്ളതും പാസ്സായിരിക്കുകയാണ്. രാവിലെ 8:05 എന്നുള്ള നിലയിൽ വോട്ടിങ്ങിലൂടെയാണ് പാസ്സായതെങ്കിൽ ഉച്ച കഴിഞ്ഞപ്പോൾ അത് 8 പേര് മാത്രം ഹാജരായി അവിശ്വാസ പ്രമേയത്തിന് അനുകൂലമായി വോട്ട് ചെയ്ത് പാസ്സാകുകയാണ് ഉണ്ടായത്. ഉച്ച കഴിഞ്ഞ് വരികയായിരുന്നു എങ്കിൽ 4 മെമ്പർമാർ മാത്രമേ വരികയുണ്ടായിരുന്നുള്ളൂ. രാവിലെ പങ്കെടുത്ത പഞ്ചായത്ത് പ്രസിഡന്റ് അവിശ്വാസ പ്രമേയം ചർച്ചയ്ക്കെടുക്കുന്നതിന് മുമ്പ് വേണമെങ്കിൽ പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കാമായിരുന്നു. അത് രാജിവെക്കാതെ പഞ്ചായത്ത് പ്രസിഡന്റ് അവിശ്വാസ പ്രമേയം ചർച്ചയെ നേരിട്ടതിന് ശേഷം തൻ്റെ വാർഡിലെ അംഗത്വം കൂടെ രാജിവെച്ച് കൂടെ നിന്ന ആളുകളെ കൂടെ വഞ്ചിച്ചിട്ടാണ് പോയത്. കൂടെ ഉണ്ടായിരുന്ന വൈസ് പ്രസിഡന്റിനോട് ഒരു ആത്മാർത്ഥത ഉണ്ടായിരുന്നുവെങ്കിൽ ഉച്ച കഴിഞ്ഞ് വന്ന് ആ 5 പേരുടെയും പിന്തുണ വൈസ് പ്രസിഡന്റ് ഉണ്ട് എന്ന് ഉറപ്പാക്കേണ്ട ബാധ്യത അവരുടെ നായകനായി നിന്ന പഞ്ചായത്ത് പ്രസിഡന്റ് ഉണ്ടായിരുന്നതാണ്. രാമങ്കരി പഞ്ചായത്തിലെ വികസന മുരടിപ്പിനെതിരെ ഈ പഞ്ചായത്തിലെ പ്രധാന ജംഗ്ഷനിൽ സ്ഥിതി ചെയ്യുന്ന വാട്ടർ ടാങ്കിൽ ഒരു തുള്ളി വെള്ളം കയറ്റാൻ കഴിഞ്ഞ 3.5 വർഷമായിട്ട് ഒരു ചെറുപേരിൽ പോലും അനക്കാത്ത പഞ്ചായത്ത് പ്രസിഡന്റ് നടപടിക്കെതിരെ ആ പ്രധാന ജംഗ്ഷനിൽ സ്ഥിതി ചെയ്യുന്ന ഹൈമാസ് ലൈറ്റ് ശ്രീ കൊടിക്കുന്നിൽ സുരേഷ് MP സ്ഥാപിച്ചതായതുകൊണ്ട് മാത്രം ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് അതിലെ കേടുപാടുകൾ പരിഹരിച്ച് പൂർണ്ണമായി കത്തിക്കുവാൻ ശ്രമിക്കാതിരുന്ന പഞ്ചായത്ത് പ്രസിഡന്റ് നടപടിക്കെതിരെ വൈസ് പ്രസിഡന്റിൻ്റെയും കൂട്ടായിട്ടുള്ള നടപടിക്കെതിരെയാണ് UDF നേതൃത്വത്തിൽ അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നത്. അതല്ലാതെ കൊടിക്കുന്നിൽ സുരേഷിനെ പോലെ ഉന്നതനായ ഒരു വ്യക്തിയെ ഇതിലേക്ക് വലിച്ചെടുക്കേണ്ട യാതൊരു കാര്യവുമുള്ളതല്ല. CPM-ലെ പ്രതിസന്ധി കോൺഗ്രസിന് മുതൽക്കൂട്ടായെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ടൈം ന്യൂസ് ആലപ്പുഴ. പുഞ്ചകൃഷി വിളവെടുപ്പ് അവസാന ഘട്ടത്തിലെത്തിയപ്പോൾ നെല്ല് സംഭരണം പ്രതിസന്ധിയിൽ. കുട്ടനാട് അപ്പർ കുട്ടനാട് മേഖലകളിലെ പല പാടശേഖരങ്ങളിലും നെല്ല് കെട്ടിക്കിടക്കുന്നു. കർഷകർ പ്രതിസന്ധി. പുഞ്ചകൃഷി വിളവെടുപ്പ് അവസാന ഘട്ടത്തിലെത്തിയപ്പോൾ നെല്ല് സംഭരണം പ്രതിസന്ധിയിൽ. തലവടി കൃഷിഭവന് കീഴിലെ മകരച്ചാലി പാടത്ത് നെല്ല് സംഭരണം മുടങ്ങി. 350 ക്വിൻ്റൽ നെല്ല് 3 ആഴ്ചയിലേറെയായി ഇവിടെ കെട്ടിക്കിടക്കുന്നു. ഇടയ്ക്കിടെ പെയ്യുന്ന വേനൽ മഴയിൽ നെല്ല് നശിച്ചു പോകുമെന്ന ആശങ്കയിലാണ് കർഷകർ. 56 ഏക്കർ വരുന്ന പാടശേഖരത്തിൽ 14 ചെറുകിട കർഷകരാണ് ഉള്ളത്. കഴിഞ്ഞ തവണ ഈ പാടശേഖരത്തിൽ നിന്ന് 850 ക്വിൻ്റൽ നെല്ലാണ് ലഭിച്ചത്. എന്നാൽ ഇത്തവണ വേനൽ മഴ മൂലം കൊയ്ത്ത് യന്ത്രം പാടത്തിറങ്ങുമ്പോൾ താഴുന്നതിനാൽ നെൽക്കതിരുകൾ കൊയ്തെടുക്കാനാവാത്ത സാഹചര്യം. തൊഴിലാളികളെ ഉപയോഗിച്ച് നെല്ല് കൊയ്തെടുത്താലും വിളവ് കുറവ്. അധിക സാമ്പത്തിക ബാധ്യതയാകുന്നതിനാൽ 12 ഏക്കർ സ്ഥലത്തെ കൊയ്ത്ത് ഉപേക്ഷിച്ചെന്ന് കർഷകർ പറയുന്നു. ഞാൻ ഈ പാടം കൊയ്തിട്ട് 20 ദിവസത്തോളമായി. കൃഷി ഓഫീസർ വിളിച്ച് പറഞ്ഞു, പാടി ഓഫീസർ വന്ന് QC ചെക്കിങ് ചെയ്ത് അവർ ചെയ്തപ്പോൾ ഈർപ്പവും ഇല്ല. വെള്ളയരി ചെയ്തേക്കുന്നത് 15%, വെള്ളയരിയുടെ 15% ഈർപ്പവും, ഉമയെന്ന് പറഞ്ഞ വിത്തിൻ്റെ നെല്ല് 17% ഈർപ്പമാണ് QC ഓഫീസർ എഴുതി തന്നേക്കുന്നത്. എന്നിട്ട് മില്ലുകാർ വന്ന് ഇതെടുക്കാനും അവർ ഒരു ഇത് നടപടിയും സ്വീകരിക്കുന്നില്ല. ഇത് ഞാൻ പണയം വെച്ചിട്ട്, ഞാൻ ഇവിടെ ഉള്ള ആളല്ല, ഞാൻ നിരണത്തുകാരനാണ്. തലവടി വന്ന് പാട്ടത്തിൻ്റെ അടുത്താണ് 20 ദിവസമായിട്ട് 3-4 ബംഗാളി ഒരു മലയാളിയും വെച്ചിട്ട് മൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും മറച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ കാര്യങ്ങൾ ഇതുവരെ ഒരു നടപടി ഉണ്ടായിട്ടില്ല. ഞാനിപ്പോൾ എന്താണ് ഒരു കർഷകൻ, ഒരു ചെറിയ കർഷകൻ എന്ന നിലയിൽ ഞാൻ എന്താണ് ചെയ്യുന്നത്? 18 ദിവസം മുൻപാണ് ഇവിടെ കൊയ്ത് തുടങ്ങിയത്. നെല്ലിന് ഉണക്ക് കൂടുതലായതിനാൽ നഷ്ടം സംഭവിക്കുമെന്ന് മില്ലുടമകൾ പറയുന്നുണ്ട്. സർക്കാർ നൽകിയ പുതിയ നെൽവിത്ത് വിതച്ച് വിളയിപ്പിച്ച കർഷകരെ അതിൻ്റെ ഗുണനിലവാരത്തിൻ്റെ പേരിലും കടുത്ത വേനലിൽ ഉണ്ടായ ഉണക്കിൻ്റെ പേരിലും പീഡിപ്പിക്കുന്നത് വഞ്ചനയാണെന്നും കർഷകർ പറയുന്നു.
കൊയ്തെടുത്ത നെല്ല് പാടത്തും വരമ്പിലുമായി കൂട്ടിയിട്ടിരിക്കുകയാണ്. വേനൽ മഴയിൽ നെല്ല് നനഞ്ഞു പോകാതിരിക്കാൻ കർഷകർ കാവലിരിക്കുന്നു. തലവടി കൃഷിഭവന് കീഴിൽ ഏറ്റവും ഒടുവിലായി കൊയ്ത പാടമാണിത്. മറ്റെല്ലായിടത്തും നെല്ല് കയറിപ്പോയി. മുഞ്ഞയുടെ ആക്രമണത്തിൽ ഇത്തവണ ഭൂരിഭാഗം കർഷകർക്കും കൃഷി നഷ്ടമായിരുന്നു. സർക്കാർ സഹായം പ്രതീക്ഷിച്ചിരിക്കുകയാണ് കർഷകർ. ടൈം ന്യൂസ് ആലപ്പുഴ. കനത്ത വരൾച്ചയും ഇടയ്ക്കിടെ പെയ്യുന്ന വേനൽ മഴയും കാർഷിക മേഖലയിൽ പ്രതിസന്ധി സൃഷ്ടിച്ചിട്ടുണ്ടെന്ന് കൃഷിമന്ത്രി പി പ്രസാദ്. കർഷകർ നേരിടുന്ന പ്രതിസന്ധിക്ക് പരിഹാരം കാണാൻ ഉചിതമായ നടപടി സംസ്ഥാന സർക്കാർ സ്വീകരിക്കുമെന്നും പി പ്രസാദ് ചേർത്തലയിൽ പറഞ്ഞു. 257 കോടി രൂപയോളം അതിൻ്റെ ഭാഗമായിട്ടുള്ള നഷ്ടമുണ്ടായിട്ടുണ്ടെന്നാണ്. 257 കോടി രൂപയുടെ നഷ്ടമുണ്ടാവുക എന്നൊരു ചെറിയ കാര്യം അല്ല. ഇത് ഏറ്റവും വലിയ ഒരു ബുദ്ധിമുട്ടാണ് കേരളത്തിൻ്റെ കാർഷിക മേഖലയ്ക്ക് ഇപ്പോഴത്തെ ഈ ചൂട് മൂലം, അല്ലെങ്കിൽ ഈ കാലാവസ്ഥാ വ്യതിയാനം മൂലം ഉണ്ടായിരിക്കുന്നത്. എല്ലാവരുടെയും വലിയ ഇടപെടൽ അത്യാവശ്യമായ കാര്യമാണ്. കൃഷിക്കാരൻ കൃഷിയിൽ ഉറച്ചു നിൽക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നത് നമുക്ക് ഭക്ഷണം ലഭിക്കാൻ വേണ്ടിയിട്ടാണ്. ആ കർഷകനാണ് ഏറ്റവും വലിയ ദുരന്തത്തെ ഇന്ന് അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് സാധാരണ പ്രളയത്തിൻ്റെയും മറ്റും കാര്യം വരുമ്പോൾ വലിയ തരത്തിലേക്കുള്ള ഒരു ശ്രദ്ധ വരാറുണ്ട്. പക്ഷേ ഇപ്പോൾ പലരും ഇത്രയും ഗൗരവത്തിൽ തന്നെ കാണുന്നുണ്ടോ എന്ന സംശയമാണ്. മാധ്യമങ്ങൾ ഈ കാര്യങ്ങളൊക്കെ ഈ മുമ്പിൽ കൊണ്ടുവരുന്നുണ്ട്. പക്ഷേ അതിനപ്പുറത്തേക്ക് വീണ്ടും വലിയ ഇടപെടൽ ആവശ്യമാണ്. പ്രാഥമികമായ കണക്ക് തന്നെ 257 കോടി രൂപയ്ക്ക് മുകളിൽ കൃഷിനാശം ഉണ്ടായിട്ടുണ്ട്, നഷ്ടമുണ്ടായിട്ടുണ്ട് എന്ന് കണക്ക് കൂട്ടിയിരിക്കുകയാണ്. വരും ദിവസങ്ങൾ ഇത് കൂടാനാണ് സാധ്യത. വേനൽമഴ ലഭ്യമാവുന്ന ഒരു സമയത്ത് വേനൽമഴ നമുക്ക് ലഭ്യമായിട്ടില്ല. സാധാരണഗതിയിൽ ലഭിക്കേണ്ടുന്ന വേനൽമഴ ലഭ്യമായിട്ടില്ല. വേനൽമഴ ചിലയിടങ്ങളിൽ കിട്ടിയിട്ടുണ്ടെന്ന് പറയുമ്പോഴും കേരളത്തിൽ പരക്കെ വേനൽമഴ ലഭ്യമാവാത്തതിൻ്റെ പ്രശ്നമുണ്ട്. വേനൽമഴ ഇല്ലാണ്ടാകുമ്പോൾ, കാലാവസ്ഥയിൽ ഈ മാറ്റം ഉണ്ടാകുമ്പോൾ കൃഷിയെല്ലാം കരിഞ്ഞുണങ്ങിപ്പോകുന്നത് മാത്രമല്ല കണക്ക് കൂട്ടേണ്ടത്, വിളകളുടെ ആരോഗ്യം മോശമാവുന്നു. അപ്പോൾ ചെടികൾക്ക് അതിനുള്ള കരുത്തില്ലാണ്ടാവുന്നു. അങ്ങനെ ഇല്ലാണ്ടാകുമ്പോൾ കീടങ്ങൾ ആ ചെടികളെ ആക്രമിക്കാനുള്ള സാധ്യത ഏറുകയാണ്. അപ്പോൾ ഇങ്ങനെ കരിഞ്ഞു പോകുന്നു, കീടങ്ങളുടെ ആക്രമണം ഉണ്ടാകുന്നു, രൂക്ഷമായ ചൂടെല്ലാം വരുന്നതിൻ്റെ ഭാഗമായിട്ട് വിളവിൽ കുറവുണ്ടാകുന്നു. ഇതെല്ലാമാണ് ഇന്ന് കാർഷിക മേഖല അഭിമുഖീകരിക്കേണ്ട ഏറ്റവും ഗൗരവതരമായ പ്രശ്നം. സാധാരണഗതിയിൽ ഉണ്ടാകുന്നതിനേക്കാൾ വലിയ നഷ്ടം കാർഷിക മേഖലയ്ക്ക് ഇപ്പോഴത്തെ ഈ ചൂട് കൊണ്ടുണ്ടാകുമ്പോൾ അത് വരൾച്ച ബാധിത മേഖലയായി പ്രഖ്യാപിക്കേണ്ടതാണ്. മാനദണ്ഡങ്ങളിൽ മാറ്റം വരുത്തേണ്ടത് അത്യന്താപേക്ഷിതമായിരിക്കുന്നു. മുൻകാലങ്ങളിൽ നമുക്കിതൊന്നും പരിചിതമില്ലാത്ത കാലാവസ്ഥാ രീതികളാണ്. അന്നത്തെ കാലത്ത് വലിയ ചൂടൊക്കെ കൂടുന്നതനുസരിച്ച് നമ്മളൊരു മാനദണ്ഡമെല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ കാലത്തിനനുസരിച്ച് മാനദണ്ഡത്തിൽ മാറ്റം വരുത്തേണ്ടത് അത്യന്താപേക്ഷിതമായി വന്നിരിക്കുകയാണ്. അങ്ങനെ മാറ്റം വരുത്തിയിട്ട് വരൾച്ച ബാധിത പ്രദേശങ്ങളായി പ്രഖ്യാപിച്ച് കേരളത്തെ മൊത്തത്തിൽ തന്നെ ഒരു വരൾച്ച ബാധിത മേഖലയായി പ്രഖ്യാപിച്ചുകൊണ്ടുള്ള കേന്ദ്ര സഹായം അത്യന്താപേക്ഷിതമാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മാനദണ്ഡങ്ങളിൽ മാറ്റം വരുത്തേണ്ടത്, കാലോചിതമായ പരിഷ്കാരങ്ങൾ വരുത്തേണ്ടത് അത്യന്താപേക്ഷിതമായിരിക്കുന്നു. ഉഷ്ണതരംഗം നമ്മുടെ കേരളത്തിൽ ആദ്യമായിട്ട്, അപ്പോൾ ഉഷ്ണതരംഗം വരെ ഉണ്ടാകുന്ന അവസരത്തിലും നമുക്ക് വരൾച്ച ബാധിത മേഖല ആവുന്നില്ല എന്ന് പറയുന്നത് വല്ലാത്ത പ്രതിസന്ധി തീർക്കുന്ന തരത്തിലേക്കെത്തും. അത്തരത്തിലുള്ള ഇടപെടലും അനിവാര്യമായിരിക്കുമെന്ന് തന്നെയാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. കാർഷിക മേഖലയിൽ കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ പശ്ചാത്തലത്തിൽ വലിയ നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഉഷ്ണതരംഗത്തിന്റെ സാഹചര്യത്തിൽ സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ നഷ്ടങ്ങൾ സംഭവിച്ചു. വരൾച്ച ബാധിത പ്രദേശമായി ഈ പ്രദേശങ്ങളെ പ്രഖ്യാപിക്കണമെന്ന ആവശ്യത്തോടെ കേന്ദ്ര സർക്കാർ പഴയ മാനദണ്ഡങ്ങൾ നിരത്തുകയാണ്. മാനദണ്ഡങ്ങൾ ഏർപ്പെടുത്തുന്നതിൽ കാലോചിതമായ മാറ്റങ്ങൾ ഉണ്ടാകേണ്ടിയിരിക്കുന്നു. കേരളത്തിൽ മാത്രമല്ല കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ പേരിൽ കർഷകർ ദുരിതം അനുഭവിക്കുന്നത്. ഇന്ന് കർഷകർ നേരിടുന്ന വലിയ പ്രശ്നങ്ങൾക്ക് കൃഷിവകുപ്പ് പരിഹാരം ഉണ്ടാക്കാനുള്ള ശ്രമങ്ങൾ തുടരുകയാണെന്നും മന്ത്രി പറഞ്ഞു. ടൈനൂസ് ചേർത്തല. കുട്ടനാട് ഫൈൻ ആർട്സ് സൊസൈറ്റിയുടെ നേതൃത്വത്തിലുള്ള പ്രഥമ പൊൻകുന്നം വർക്കി പുരസ്കാരം മുൻമന്ത്രി ജി സുധാകരന് മെയ് 18 നടക്കുന്ന ചടങ്ങിൽ പുരസ്കാരം സമ്മാനിക്കുമെന്ന് ഭാരവാഹികൾ ആലപ്പുഴയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. മെയ് 18-19 തീയതികളിൽ വലിയ വിപുലമായ ഒരു കലാമാമാങ്കത്തോടുകൂടിയാണ് പരിപാടി നടത്താൻ ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത്. അതായത് കുട്ടനാട് ഫൈൻ ആർട്സ് സൊസൈറ്റിയുടെ പൊൻകുന്നം വർക്കി പ്രഥമ പുരസ്കാര സമർപ്പണം ഈ മെയ് 18 നടക്കുകയാണ്. പൊൻകുന്നം വർക്കിയെ സംബന്ധിച്ച് നമുക്കറിയാം, കുട്ടനാട്ടിൽ എടത്തുവായിലാണ് പൊൻകുന്നം വർക്കി ജനിച്ചത്. ജന്മം കൊണ്ട് കുട്ടനാട്ടുകാരനാണ്. അദ്ദേഹത്തിൻ്റെ പേരിൽ നാമധേയത്തിലാണ് ഈ പുരസ്കാരം കൊടുക്കുന്നത്. ഈ പുരസ്കാരം കൃത്യമായി സംഘടന തീരുമാനിച്ചത് നമ്മുടെ മുൻ മന്ത്രിയും അതുപോലെ തന്നെ രാഷ്ട്രീയ സാമൂഹ്യ സാഹിത്യ മണ്ഡലങ്ങളിൽ പ്രവർത്തിക്കുന്ന ശ്രീ ജി സുധാകരനാണ് ഈ പുരസ്കാരം സമർപ്പിക്കുന്നതാവട്ടെ മുൻ MLA യും സാംസ്കാരിക പ്രവർത്തകനുമായിട്ടുള്ള ശ്രീ CK സദാശിവനാണ് ഈ പുരസ്കാരം സമർപ്പിക്കുന്നത്. ഒട്ടേറെ രാഷ്ട്രീയ സാമൂഹ്യ മണ്ഡലങ്ങളിലെ പ്രമുഖർ പങ്കെടുക്കുന്നുണ്ട്. കേരളത്തിലെ അമച്ചർ നാടക മത്സരമാണ് നടക്കുന്നത്. അഖില കേരള നാടക മത്സരമാണ് നടക്കുന്നത്. ഈ മത്സരത്തിൽ
19 ടീമുകളാണ് അണിനിരക്കുന്നത്. കണ്ണൂർ മുതൽ തിരുവനന്തപുരം വരെയുള്ള ടീമുകളുണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. കുട്ടനാട്ടിലെ കലാകാരന്മാരുടെ ഏറ്റവും വലിയ കൂട്ടായ്മയായ കുട്ടനാട് ഫൈൻ ആർട്സ് സൊസൈറ്റി സാംസ്കാരിക രംഗത്തെ സാമൂഹിക പ്രതിബദ്ധത പുലർത്തുന്ന കുട്ടനാട് ഫാസ് സ്പന്ദനം 2024 എന്ന പേരിൽ മെയ് 18-19 തീയതികളിൽ ചമ്പക്കുളം പടിപ്പുരയ്ക്കൽ ക്ഷേത്ര ഓഡിറ്റോറിയത്തിൽ വെച്ച് സംഘടിപ്പിക്കും. അഖില കേരള ഏകാംഗ നാടക മത്സരവും കൈകൊട്ടിക്കളി മത്സരവും ചിത്രരചനാ മത്സരവും ഇതോടൊപ്പം ഒരുക്കുന്നുണ്ട്. ഇതോടൊപ്പം കുട്ടനാട് ഫാസിന്റെ പ്രഥമ പൊൻകുന്നം വർഗീസ് സ്മാരക പുരസ്കാരം മുൻമന്ത്രി ജി സുധാകരന് സമ്മാനിക്കും. മെയ് 18 ശനിയാഴ്ച രാവിലെ 10 നടക്കുന്ന സാംസ്കാരിക സമ്മേളനം കൃഷിമന്ത്രി പി പ്രസാദ് ഉദ്ഘാടനം ചെയ്യും. കുട്ടനാട് ഫാസിന്റെ മുഖ്യ രക്ഷാധികാരി CK സദാശിവൻ XMLA പുരസ്കാര സമർപ്പണം നടത്തും. സമ്മേളനത്തിൽ പ്രൊഫസർ N ഗോപിനാഥൻ പിള്ള ആമുഖ പ്രഭാഷണം നടത്തും. തുടർന്ന് നടക്കുന്ന കൈകൊട്ടിക്കളി മത്സരം സിനിമ സീരിയൽ താരം കുമാരി അങ്കിത ഉദ്ഘാടനം ചെയ്യും. മെയ് 19 കുട്ടനാട്ടിലെ കലാപ്രതിഭകളെ ആദരിക്കൽ സമ്മേളനം KB അജയകുമാർ ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് വയനാട്ടിലെ കലാകാരികളുടെ വ്യത്യസ്തമായ കൈകൊട്ടിക്കളിയും തുടർന്ന് നാടക മത്സരവും പ്രമുഖ നാടക സിനിമ സീരിയൽ താരം പ്രമോദ് വെളിയനാട് ഉദ്ഘാടനം ചെയ്യും. ടൈനൂസ് ആലപ്പുഴ. മലക്കപ്പാറയിൽ നിന്ന് ചതുരംഗപ്പാറയിലേക്ക് KSRTCയുടെ പാട്ടുകാരൻ വീണ്ടും. നേരത്തെ ബസ്സിനുള്ളിലിരുന്ന് പാടിയ പാട്ട് വൈറലായി. ഇപ്പോഴിതാ ബസ്സിന് വെളിയിൽ പാട്ടിൻ്റെ പാലാഴി സൃഷ്ടിക്കുന്നു. കൈയടിച്ച യാത്രക്കാരും നാട്ടുകാരും. ചേർത്തല വയലാർ സ്വദേശിയായ KSRTC ഡ്രൈവർ രാജേന്ദ്രൻ ഇടുക്കി ചതുരംഗപ്പാറയ്ക്ക് അടുത്ത് വച്ചാണ് നിർത്തിയിരുന്ന ബസ്സിന് മുന്നിൽ നിന്ന് രാജേന്ദ്രൻ പാടിയത്. മറ്റൊരു ബസ്സിൽ വന്ന യാത്രക്കാരുടെ നിർബന്ധം മൂലമാണ് നടുറോഡിൽ മൈക്കെടുത്തത്. ശ്രുതി മധുരമായ ഗാനം ആസ്വദിച്ച ഇരു ബസ്സുകളിലെയും യാത്രക്കാരുടെ നിറഞ്ഞ കയ്യടി. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ചേർത്തല മലക്കപ്പാറ സർവീസിനിടെ ഡ്രൈവർ സീറ്റിലിരുന്ന് പാടിയ പാട്ട് സോഷ്യൽ മീഡിയയിൽ വൈറലായി. പിൻമീഡിയ ഓൺലൈൻ ചാനലിൽ കുറച്ച് ദിവസം കൊണ്ട് തന്നെ 20 ലക്ഷത്തിലേറെ റീച്ചാണ് ലഭിച്ചത്. പാട്ട് വൈറലായതോടെ രാജേന്ദ്രൻ നാട്ടിലെ താരമാണ്. KSRTCയിലെ പാട്ടുകാരന് വിവിധ തലങ്ങളിൽ നിന്ന് അകമഴിഞ്ഞ പ്രോത്സാഹനവും ലഭിക്കുന്നു. ടൈം ന്യൂസ് ചേർത്തല. ചെങ്ങന്നൂർ കാർഷിക വികസന ബാങ്ക് ഡയറക്ടർ ബോർഡ് അംഗവും കോൺഗ്രസ് നേതാവുമായ മോഹൻ മുളക്കുഴ പാർട്ടിയിൽ നിന്ന് രാജിവെച്ചു. ആലപ്പുഴ DCC പ്രസിഡന്റിന്റെ തെറ്റായ പ്രവർത്തനമാണ് രാജിക്ക് കാരണമെന്ന് മോഹൻ മുളക്കുഴ ആലപ്പുഴയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഈ കാർഷിക വികസന ബാങ്കിലെ ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് ആലപ്പുഴ DCC പ്രസിഡന്റുമായിട്ടുള്ള ഉടക്കാണ് ഒന്ന്. അദ്ദേഹം ഈ DCC പ്രസിഡന്റ് ആയപ്പോഴാണ് ഈ മിൽമയുടെ യൂണിയൻ ഇലക്ഷൻ വന്നത്. 100 വോട്ടിൻ്റെ ഭൂരിപക്ഷം UDF ഉണ്ടായിരുന്നിടത്ത് അദ്ദേഹത്തിനെ മെമ്പറാക്കിയില്ല എന്നുള്ള കാരണത്താൽ ഇവിടുത്തെ UDF സ്ഥാനാർത്ഥികളെ പരാജയപ്പെടുത്താൻ മുമ്പിൽ നിന്നാണ്. പിന്നെ കുറേ കാര്യങ്ങളൊക്കെ പറയാനുണ്ട്. അതുകൂടെ പല സൊസൈറ്റിയിലും പുള്ളിയുടെ ഗ്രൂപ്പ് അല്ലാത്തവരെ, പുള്ളിയുടെ ഗ്രൂപ്പിൽ നിൽക്കാത്തവരെ എല്ലാം കാലുവാരല്ലേ. ഈ പഞ്ചായത്ത് ഈയിടെ ശ്രീകുമാർ M മുരളിയുടെ അനിയൻ ശ്രീകുമാർ ഇതിനകത്തുനിന്ന് രാജിവെക്കാൻ കാരണം ഇദ്ദേഹത്തിൻ്റെ നടപടിയാണ്. അതാണ് ഒരു കാര്യം. അതുകൊണ്ട് ഞാൻ കോൺഗ്രസ് വിടാൻ തീരുമാനിച്ചു. എങ്ങോട്ട് പോകണം എന്നുള്ള തീരുമാനം പലരുമായിട്ട് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുക. രണ്ടാമത് ചെങ്ങന്നൂർ കാർഷിക വികസന ബാങ്ക്, അവിടെ അയോഗ്യരാണ് 6 പേര്. അത് 4 പേര് തീർത്തും അയോഗ്യരാണെന്ന് JRന്റെ റിപ്പോർട്ടുണ്ട്. അവരുടെ പേരിൽ നടപടി എടുക്കുന്നില്ല. അതിൻ്റെ ഡീറ്റെയിൽ ഇതിനകത്തുണ്ട്. അതിൽ 2 പേര് വ്യാജ സർട്ടിഫിക്കറ്റാണ് ഈ തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചേക്കുന്നത് എന്ന് സർട്ടിഫിക്കറ്റ് കൊടുത്ത ആൾ തന്നെ അത് വ്യാജമാണെന്ന് ബോധ്യപ്പെടുത്തിയിട്ടും JR നടപടി സ്വീകരിച്ചിട്ടില്ല. ആ വ്യാജ സർട്ടിഫിക്കറ്റ് കൊടുത്ത ആ ഉദ്യോഗസ്ഥൻ്റെ പേരിൽ
കൃഷി വകുപ്പ് നടപടി സ്വീകരിക്കുന്നുണ്ട്. ഇവരെ ഹൈക്കോടതിയിൽ പോയി ഞങ്ങൾ സ്റ്റേ മേടിക്കാൻ. ഹൈക്കോടതിന് സ്റ്റേ കൊടുത്തു 1 മാസത്തേക്ക്. താൻ 1968 മുതൽ കേരള വിദ്യാർത്ഥി യൂണിയന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും ജില്ലാ തലത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന നേതാവായിരുന്നു. സഹകരണ ബാങ്കുകൾ, മിൽമ സൊസൈറ്റി, ജില്ലാ സഹകരണ ബാങ്ക് എന്നിവിടങ്ങളിലും പ്രവർത്തിച്ചുകൊണ്ടിരുന്നു. എന്നാൽ ഇപ്പോൾ ചെങ്ങന്നൂർ കാർഷിക വികസന ബാങ്കിന്റെ ഭരണസമിതി അംഗമാണ്. എന്നാൽ ആലപ്പുഴ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി അധ്യക്ഷന്റെ തെറ്റായ നിലപാടിൽ പ്രതിഷേധിച്ച് താൻ കോൺഗ്രസ് വിടുകയാണ്. ചെങ്ങന്നൂർ കാർഷിക വികസന ബാങ്കിൽ 66 എൻക്വയറി നടത്തിയിട്ടും നടപടി സ്വീകരിക്കാൻ തയ്യാറാകാത്ത ജോയിന്റ് രജിസ്ട്രാർക്കെതിരെ ആവശ്യമായ നടപടികൾ സ്വീകരിക്കാനും ആവശ്യപ്പെടുന്നതായും മോഹൻ മുളക്കുഴ പറഞ്ഞു. ടൈനൂസ് ആലപ്പുഴ. ചേർത്തല വിദ്യാഭ്യാസ ഉപജില്ലയിലെ അധ്യാപകർക്കായി അവധിക്കാല പരിശീലന പരിപാടി ആരംഭിച്ചു. ചേർത്തല ശ്രീനാരായണ മെമ്മോറിയൽ ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് അവധിക്കാല പരിശീലന പരിപാടി സംഘടിപ്പിച്ചത്. ചേർത്തല ഉപജില്ലയിലെ അധ്യാപകർക്കായി 5 ദിവസം നീണ്ടു നിൽക്കുന്ന അധ്യാപക പരിശീലന പരിപാടി ചേർത്തല ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ആരംഭിച്ചു. ചേർത്തല BRC BPC TO സൽമോൻ അധ്യക്ഷത വഹിച്ചു. പരിശീലന പരിപാടി ചേർത്തല ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ AS ബാബു ഉദ്ഘാടനം ചെയ്തു. നമ്മൾ ഒന്ന് ആലോചിച്ച് നോക്കി, നമ്മൾ എത്രത്തോളം നമ്മൾ വളരെ മാത്സ് അധ്യാപകരാണ്, എന്നെ കഴിഞ്ഞ് ഭയങ്കര കേവനാണ്, നമ്മൾ പുസ്തകം എന്നുള്ള സാധനം എത്ര പേര് ആത്മാർത്ഥമായിട്ട് പോകും. ഇപ്പൊ നോക്കുന്നുണ്ടോ, കാരണം പുതിയ പാഠപുസ്തകമായില്ല. പക്ഷേ നമ്മൾ എടുത്തു നോക്കൂ, ഇത് കഴിഞ്ഞ് 1 വർഷം കഴിഞ്ഞ് ഓടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്തായി, രാവിലെ എഴുന്നേറ്റ് സാധാരണ പോലെ നമ്മുടെ നമ്പറിൽ ഡ്രസ് ചെയ്തു ഇത് വരുന്നു എന്നുള്ളതല്ലാണ്ട് നമ്മൾ ആ ഒരു പർട്ടിക്കുലർ ക്ലാസ്സിന് വേണ്ടി ആ കുട്ടികൾക്ക് വേണ്ടി എത്രത്തോളം നിങ്ങൾ ഒന്ന് ചിന്തിച്ചു നോക്കുന്നൊരു കാര്യമുണ്ട്. ഈ കുട്ടികളെല്ലാം നല്ല നല്ല ക്ലാസ്സുകൾ എവിടെ കാണുന്നുണ്ട്? ഇപ്പൊ ഫിസിക്സിന്റെ ഫിസിക്സ് പാരയുടെ ക്ലാസ്സുകൾ, അതുപോലെ തന്നെ നമ്മുടെ സൈലത്തിന്റെ ക്ലാസ്സുകൾ, അങ്ങനെ ഒത്തിരി ആപ്പുകൾ ഇവരെല്ലാം ഫ്രീ ആയിട്ട്. കാരണം അവർക്കറിയാലോ ഇത്ര മണിക്കൂറുകൾ ഒരു വീഡിയോ കഴിഞ്ഞാൽ അവർക്ക് ലക്ഷങ്ങൾ അവർക്ക് വരുമാനം കിട്ടുന്നത്. അപ്പൊ മാക്സിമം നന്നായിട്ട് നല്ല രീതിയിലുള്ള ഓൺലൈൻ ക്ലാസ്സുകൾ കൊടുത്തുകൊണ്ടിരിക്കും. അത് ആരെ യഥാർത്ഥത്തിൽ ചോദ്യം ചെയ്യപ്പെടുന്നത് നമ്മുടെ നിലനിൽപ്പിൽ തന്നെയാണ്. SSK ആലപ്പുഴ ജില്ലാ പ്രോഗ്രാം ഓഫീസർ മനു, ജിഷ, ലൈജു, മായാപ്പണിക്കർ, അനില ബോസ്, അഖിൽ, സജിത തുടങ്ങിയവർ പങ്കെടുത്തു. ചേർത്തല KVM കോളേജിൽ ബിരുദ പഠന ബോധവൽക്കരണ സെമിനാർ സംഘടിപ്പിക്കുന്നു. മെയ് 17-ന് കോളേജ് ക്യാമ്പസിലാണ് സെമിനാർ സംഘടിപ്പിച്ചിട്ടുള്ളതെന്ന് കോളേജ് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കഴിഞ്ഞ കാലങ്ങളിൽ നിന്നും വ്യത്യസ്തമായി കേരളത്തിലെ സർവകലാശാലകളിലെ ബിരുദ പഠനം അടിമുടി മാറുകയാണ്. കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ രംഗം രാജ്യാന്തര തലത്തിലേക്ക് ഉയർത്തുന്നതിൻ്റെ ഭാഗമായും അതുപോലെ തന്നെ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി വിഭാവന ചെയ്യുന്ന കാര്യങ്ങളും കോർത്തിണക്കി കേരള ഗവൺമെൻറ്റിൻ്റെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് കേരളത്തിലെ എല്ലാ സർവകലാശാലകളിലെയും ബിരുദ പഠനം 4 വർഷമാക്കിക്കൊണ്ട് സമൂലമായ മാറ്റം കൊണ്ടുവരികയാണ്. ഈ 2024-25 വർഷത്തിൽ സ്വാഭാവികമായിട്ടും നിലവിലെ സിസ്റ്റം മാറുമ്പോൾ രക്ഷകർത്താക്കൾക്കും വിദ്യാർത്ഥികൾക്കും അതുപോലെ തന്നെ അധ്യാപകർക്കും പുതിയ ഈ മാറ്റങ്ങളെക്കുറിച്ച് ഒരുപാട് സംശയങ്ങളും ആശങ്കകളും ഭയവും ഒക്കെ ഉണ്ടാകും. ഇത് മാറ്റിയെടുക്കുവാനായിട്ട് യൂണിവേഴ്സിറ്റിയുടെ നിർദ്ദേശമനുസരിച്ച് KVM കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസ് ചേർത്തല ഈ വരുന്ന വെള്ളിയാഴ്ച മെയ് 17-ാം തീയതി രാവിലെ 9:30 മുതൽ 12:30 വരെ KVM കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസ് വാരനാട് ക്യാമ്പസിൽ വെച്ച് തികച്ചും സൗജന്യമായി രക്ഷകർത്താക്കൾക്കും വിദ്യാർത്ഥികൾക്കും അതുപോലെ തന്നെ അധ്യാപകർക്കും സൗജന്യമായി ഒരു സെമിനാർ സംഘടിപ്പിച്ചിട്ടുണ്ട്. കേരള യൂണിവേഴ്സിറ്റിയിലെ വിദഗ്ധരായ അധ്യാപകർ, ഈ വിഷയത്തിൽ പ്രാഗൽഭ്യമുള്ള അധ്യാപകരാണ് ക്ലാസ്സുകൾ നയിക്കുന്നത്. അതോടൊപ്പം KVM കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസിലെ അധ്യാപകർ ഈ മാറ്റത്തെക്കുറിച്ച് നല്ല അറിവുള്ള അധ്യാപകർ ഈ സെമിനാറിൽ ക്ലാസ് എടുക്കുന്നതായിരിക്കും.
കേരളത്തിലെ സർവകലാശാലകൾ 2024-25 അധ്യയന വർഷം മുതൽ നടപ്പിലാക്കുന്ന 4 വർഷ ബിരുദ കോഴ്സുകളെക്കുറിച്ച് സൗജന്യ ബോധവൽക്കരണ സെമിനാർ സംഘടിപ്പിക്കുന്നു. മെയ് 12 വെള്ളിയാഴ്ച രാവിലെ 9:30 മുതൽ 12:30 വരെ ചേർത്തല KVM ക്യാമ്പസിലാണ് സെമിനാർ നടക്കുക. +2 കഴിഞ്ഞ വിദ്യാർത്ഥികൾ, അവരുടെ രക്ഷകർത്താക്കൾ, അധ്യാപകർ എന്നിവർക്ക് വേണ്ടിയാണ് സെമിനാർ സംഘടിപ്പിച്ചിരിക്കുന്നത്. പുതിയ സമ്പ്രദായത്തിൽ കുട്ടികൾ എങ്ങനെ കോഴ്സുകൾ തിരഞ്ഞെടുക്കണം, എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടത് എന്നിവയെക്കുറിച്ചെല്ലാം സമഗ്രമായി മനസ്സിലാക്കുവാൻ സെമിനാർ സഹായിക്കും. 4 വർഷ ബിരുദ കോഴ്സിനെക്കുറിച്ച് ആധികാരികമായി പറയുവാൻ അറിയുന്ന പ്രഗത്ഭരായ അധ്യാപകരാണ് സെമിനാർ നയിക്കുന്നത്. ഈ സെമിനാറിലേക്ക് രക്ഷാകർത്താക്കളെയും വിദ്യാർത്ഥികളെയും സ്വാഗതം ചെയ്യുന്നതായും ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പ്രിൻസിപ്പൽ പ്രൊഫസർ ഡോക്ടർ ഇ കൃഷ്ണൻ നമ്പൂതിരി, ലക്ഷ്മി ആർ നായർ, കാർത്തിക കെ നായർ, ബിനുമോൻ TG തുടങ്ങിയവർ ചേർത്തലയിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ടൈനോസ് ചേർത്തല. SNDP ചേർത്തല മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ദിശാബോധ പഠന ക്ലാസ് സംഘടിപ്പിച്ചു. ചേർത്തല SNDP യൂണിയൻ ഹാളിലാണ് പഠന ക്ലാസ് ഒരുക്കിയത്. യൂണിയൻ അഡ്മിനിസ്ട്രേറ്റർ T. അനിയപ്പൻ ഉദ്ഘാടനം ചെയ്തു. വിദ്യാർത്ഥികൾ തിരഞ്ഞെടുക്കേണ്ട വിവിധ വിഷയങ്ങളെ ആസ്പദമാക്കിക്കൊണ്ടാണ് ദിശാബോധ പഠന ക്ലാസ് ഒരുക്കിയത്. ചേർത്തല SNDP യൂണിയൻ ഹാളിൽ സംഘടിപ്പിച്ച പഠന ക്ലാസ് യൂണിയൻ അഡ്മിനിസ്ട്രേറ്റർ T. അനിയപ്പൻ ഉദ്ഘാടനം ചെയ്തു. നിങ്ങൾക്ക് നിങ്ങളെ തന്നെ ക്രിയേറ്റ് ചെയ്യാനേ പറ്റുള്ളൂ. അത് നിങ്ങൾ തന്നെ ചെയ്യണം. ഈ രാജ്യത്ത് നിങ്ങളെ ക്രിയേറ്റ് ചെയ്യാൻ എനിക്ക് പറ്റില്ല. നിങ്ങളെ സൃഷ്ടിച്ചെടുക്കാൻ നിങ്ങളുടെ വീട്ടുകാർക്ക് ജന്മം തരാൻ മാത്രമേ സാധിച്ചിട്ടുള്ളൂ. സൃഷ്ടിക്കുക അല്ലെങ്കിൽ നിങ്ങളെ ഡെവലപ്പ് ചെയ്തെടുക്കുക, വളർത്തിയെടുക്കുക എന്നുള്ള ചുമതല നിങ്ങൾക്കുള്ളതാണ്. നിങ്ങൾ ആരായി തീരണമെന്നും തീരുമാനിക്കുന്നതും എങ്ങനെ പോകണമെന്നും ഏത് രീതിയിൽ ഇടപെടണമെന്നും ഏതൊക്കെ രീതിയിലാണ് നിങ്ങൾ വളരേണ്ടതെന്നും തീരുമാനിക്കേണ്ട വലിയൊരു പ്രായമാണ് കൗമാരം. ഈ കൗമാരത്തിൽ തന്നെയാണ് നമ്മൾ പല വഴികളിലൂടെ സഞ്ചരിക്കുകയും ചെയ്യുന്നത്. ഇപ്പൊ ഇവിടെ ഇരിക്കുമ്പോൾ തന്നെ നിങ്ങൾ എത്രയോ സ്വപ്നങ്ങളുണ്ട്. കുഴപ്പമില്ല, അതൊക്കെ അത്യാവശ്യം കാണേണ്ട കാര്യം തന്നെയാണ്. പക്ഷെ അപ്പോഴും ജീവിതത്തിൽ ഒരു ചിന്ത നിങ്ങളുടെ മനസ്സിലുണ്ടാവണം. എന്നെ സൃഷ്ടിച്ചത്, എന്നെ വാർത്തെടുക്കേണ്ട ഉത്തരവാദിത്തം എനിക്ക് തന്നെയാണ്. അതുകൊണ്ട് നോളജ് ഉണ്ടായിരിക്കണം. എന്താണ് നോളജ്? നോളജ് എന്ന് പറഞ്ഞാൽ എന്താണ്? അറിവ്. അറിവ് എന്ന് പറഞ്ഞാലോ നോളജ്. നോളജ് എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിൽ പറയുന്നത് സെർച്ച് ഫോർ ഇൻഫർമേഷൻ, അല്ലെ ഗ്യാതറിംഗ് ഇൻഫർമേഷൻ. വിവരങ്ങൾ കൂട്ടിയെടുക്കുന്നതാണ് അറിവ്. അപ്പൊ നിങ്ങൾ എല്ലായ്പ്പോഴും പരമാവധി വിവരങ്ങൾ ശേഖരിച്ചു വെക്കണം. വിവരങ്ങളെല്ലാം നിങ്ങളുടെ ഡെവലപ്മെന്റിന് വേണ്ടി ഉതകുന്ന തരത്തിലാകണം. നിങ്ങൾക്ക് ഏതെങ്കിലും പഠിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടുകാരെ അല്ല ആശ്രയിക്കേണ്ടത്, നിങ്ങൾ സ്വമേധയാ അതിനു വേണ്ടി മുന്നിട്ടിറങ്ങണം. മേഖലാ ചെയർമാൻ KP നടരാജൻ അധ്യക്ഷനായി. വിദ്യാർത്ഥികള് സമൂഹത്തിൽ ഇന്നോ നാളെയോ ഏതാനും നാളുകൾക്കൂടി നമ്മുടെ രാജ്യത്തെ നയിക്കാൻ ബാധ്യസ്ഥരായ ഉന്നതരാകേണ്ട ആളുകളാണ് ഇരിക്കുന്നത്. പക്ഷെ നമുക്ക് പലപ്പോഴും നമ്മൾ തെരഞ്ഞെടുക്കുന്ന രീതി, ചെന്നെത്തുന്ന രീതി, ചെന്ന് ചേരുന്ന ട്രാക്ക് പലപ്പോഴും മാറിപ്പോകാൻ, ആ മാറിപ്പോകാതിരിക്കുവാൻ ഉള്ള അവസരമാണ് ഇന്ന് ഇതെന്ന് പറയപ്പെട്ട. എങ്ങോട്ട് പോകണം, എന്തിനു പോകണം, ഒന്നിനും പോകണ്ടെന്ന് തോന്നുന്നവർക്ക് സ്വയം ഇവിടെ തീരുമാനിക്കേണ്ട ഒരു അവസരമാക്കി മാറ്റണം. വൈസ് ചെയർമാൻമാരായ PD ഗഗാറിൻ, രവീന്ദ്രൻ അഞ്ജലി, മേഖലാ കമ്മിറ്റി അംഗം R. രാജേന്ദ്രൻ എന്നിവർ ആശംസകൾ നേർന്നു. കമ്മിറ്റി അംഗങ്ങളായ JP വിനോദ് സ്വാഗതവും അനിൽ ഇന്ദീവരം നന്ദിയും പറഞ്ഞു. ഡയറ്റ് റിട്ടയർഡ് പ്രിൻസിപ്പൽ ഡോക്ടർ സുരേഷ് കുമാർ ക്ലാസ് എടുത്തു. അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ വെല്ലുവിളി ലോകത്തെ ഏത് മുറിയിലേക്ക് എന്നെ കൂട്ടിയാൽ സെക്കൻഡുകൾക്കുള്ളിൽ അല്ലെങ്കിൽ 20 മിനിറ്റിനുള്ളിൽ ഞാൻ പുറത്തു വരും. 20 മിനിറ്റ് മതി. ഒരുപാട് ജയിലുകൾ അദ്ദേഹത്തെ പിടിക്കാത്തൊക്കെ കൂട്ടി. ടൈം ന്യൂസ് ചേർത്തല. കേരള മുസ്ലിം ജമാഅത്ത് കൗൺസിൽ ചേർത്തല താലൂക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഹജ്ജ് യാത്രയപ്പും ദുആ മജ്ലിസും സംഘടിപ്പിച്ചു. ജില്ലാ പ്രസിഡന്റ് തൈക്കൽ സത്താർ ഉദ്ഘാടനം ചെയ്തു. പൊൻപുറം നൂറുൽ ഹുദ മദ്രസയിൽ നടന്ന സമ്മേളനം ആയിരന്തൈ ജമാഅത്ത് KMJC ജില്ലാ പ്രസിഡന്റ് തൈക്കൽ സത്താർ ഉദ്ഘാടനം ചെയ്തു. ഉതകുന്ന രീതിയിലുള്ള ഐക്യം ഊട്ടിപ്പിടിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടുകൂടിയുള്ള ഒരു പ്രവർത്തനമാണ് കേരള മുസ്ലിം ജമാഅത്ത് കൗൺസിൽ നടത്തപ്പെടുന്നത്. സമുദായത്തിന്റെ ഇസ്സത്ത് വളർത്തിയെടുക്കുന്നതിന്, സമുദായത്തിന് നീളുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുന്നതിനുമായി ആശ്വാസ കിരണങ്ങളുമായി ജമാഅത്തുകളിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്ന ഒരു സംഘടനയാണ് ജമാഅത്ത് കൗൺസിൽ. ഉള്ളവരുടെ സാമ്പത്തിക ശേഷിയുടെ ഒരു ഭാഗം ഇല്ലാത്തവരുടെ പുരോഗതിക്കായി വിനിയോഗിക്കുക എന്ന ഇസ്ലാം
ഇസ്ലാമിലെ ആപ്തവാക്യം അത് ജമാഅത്തുകളിലൂടെ ജമാഅത്ത് അംഗങ്ങളിലേക്ക് പ്രാപ്തമാക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഈ സംഘടന. താലൂക്ക് കമ്മിറ്റി പ്രസിഡന്റ് വി കെ സിറാജുദ്ദീൻ ഹാജി അധ്യക്ഷനായി. സംസ്ഥാന കൗൺസിൽ അംഗം നിസാർ കോതങ്ങനാട്ട് ഹാജിമാരെ പരിചയപ്പെടുത്തി. കാട്ടുപുറം പള്ളി ജമാഅത്ത് ഇമാം ഷാജഹാൻ മൗലവി മുഖ്യപ്രഭാഷണവും കോട്ടൂർ കാട്ടുപുറം പള്ളി ജമാഅത്ത് പ്രസിഡന്റ് പി എ ഷംസുദ്ദീൻ ആമുഖ പ്രസംഗവും നടത്തി. അബ്ദുൽ റഹീം ഫാളിലി, പി കെ അബ്ദുൽ ജലീൽ, സെയ്ദ് മുഹമ്മദ് യാസിൻ സഖാഫി, അൽ ഹൈദ്രോസി, പി കെ ഫസലുദ്ദീൻ, കെ കെ ലത്തീഫ്, ബി ഫൈസൽ, സി കെ ജമാൽ, അബ്ദുൽ ജബ്ബാർ, അൻസാർ പാണാവള്ളി എന്നിവർ സംസാരിച്ചു. ടൈം ന്യൂസ് ചേർത്തല. ഓട്ടോ ഡ്രൈവറായ വിനോദ് കുമാർ ജീവൻ നിലനിർത്താൻ ഉദാരമതികളുടെ സഹായം തേടുന്നു. 6 മാസം മുമ്പുണ്ടായ വാഹനാപകടമാണ് വിനോദ് കുമാറിൻ്റെയും കുടുംബത്തിൻ്റെയും ജീവിതം കണ്ണീരിലാഴ്ത്തിയത്. ഇതെന്റെ ഭർത്താവാണ്, പേര് വിനോദ് എന്നാണ്. ഞങ്ങൾ ചേർത്തല കടക്കരപ്പള്ളി ഞങ്ങളുടെ വീട്. ഇദ്ദേഹം ഒരു ഓട്ടോ ഡ്രൈവർ ആയിരുന്നു. പുള്ളിയുടെ ഓട്ടോയിൽ ഒരു കാറ് വന്നിടിച്ച് ബ്രെയിനിന് തകരാറായി ഇവിടെ ആശുപത്രിയിൽ അഡ്മിറ്റായിരുന്നു. ഇപ്പോൾ ഒരു 6 മാസത്തോളായി 40 ലക്ഷം രൂപ ഞങ്ങളുടെ കയ്യിൽ നിന്ന് ചിലവായത്. ഞങ്ങൾ കടം വാങ്ങിയിട്ടൊക്കെയാണ് ചിലവാക്കിയത്. ഇനി ഒരു 56 ദിവസത്തോളം ഫിസിയോതെറാപ്പി വേണമെന്നാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. ഇവിടുന്ന് ഡിസ്ചാർജ് പറഞ്ഞിരിക്കുകയാണ്. 5 ലക്ഷം രൂപയോളം ഞങ്ങൾ ഇവിടെ അടക്കാനും ഉണ്ട്. ഇനി മുൻപോട്ടുള്ള ചികിത്സക്ക് ഞങ്ങളെ കൊണ്ടൊരു നിവർത്തിയില്ല. ഞങ്ങളെ എല്ലാവരും ചെറിയൊരു സഹായം തന്നിട്ടാണേലും ഞങ്ങളെ സഹായിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ചേർത്തല റെയിൽവേ സ്റ്റേഷന് സമീപത്തെ പടിക്കച്ചിറ വീട്ടിൽ വിനോദ്, റെയിൽവേ സ്റ്റേഷന് മുന്നിലെ ഓട്ടോ ഡ്രൈവർ. കടക്കരപ്പള്ളിയിലാണ് താമസം. 6 മാസം മുമ്പ് ഓട്ടോയിൽ കാറിടിച്ചുണ്ടായ അപകടം ജീവിതം കണ്ണീരിലാഴ്ത്തി. 40 ലക്ഷത്തിലേറെ രൂപ ഇതേവരെ ചിലവായി. കുടുംബം കടക്കണിയിൽ. ഇപ്പോൾ ആസ്റ്റർ മെഡിസിറ്റിയിൽ ചികിത്സ, അവിടെയും കടം. ഡിസ്ചാർജ് ആകണമെങ്കിൽ 5 ലക്ഷത്തിലേറെ വേണം. ഭാര്യയും 2 മക്കളും അടങ്ങുന്ന നിർധന കുടുംബം. ഉദാരമതികളുടെ സഹായമുണ്ടെങ്കിൽ വിനോദിന് ജീവിതത്തിലേക്ക് മടങ്ങി വരാൻ കഴിയും. ടൈം ന്യൂസ് ചേർത്തല. ചെങ്ങണ്ട ഭൂതനാഥ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ വാർഷിക മഹോത്സവം നടന്നു. കടിയക്കൊൽമന ബ്രഹ്മശ്രീ വാസുദേവൻ നമ്പൂതിരി ചടങ്ങുകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ക്ഷേത്രം തന്ത്രി കടിയക്കോൽ വാസുദേവൻ തന്ത്രിയുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ നടന്നത്. മേൽശാന്തി കെ സുജിത്ത് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. കലശം, ഗണപതി ഹോമം, ഓട്ടൻതുള്ളൽ, ഫ്യൂഷൻ തിരുവാതിര എന്നീ കലാപരിപാടികളും കലശ വാർഷികത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ചിരുന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. രാമങ്കരി പഞ്ചായത്ത് ഭരണം CPMന് നഷ്ടമായി. കോൺഗ്രസ് കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയം 4 CPM അംഗങ്ങളുടെ പിന്തുണയോടെ പാസായി. CPM വിട്ട രാമങ്കരി പഞ്ചായത്ത് പ്രസിഡന്റ് R രാജേന്ദ്രകുമാറും വൈസ് പ്രസിഡന്റ് കുഞ്ഞുമോൾ ശിവദാസനും പുറത്ത്. രാഷ്ട്രീയ ദൗത്യം നിർവഹിച്ചെന്ന് കോൺഗ്രസ്. പുഞ്ചകൃഷി വിളവെടുപ്പ് അവസാന ഘട്ടത്തിലെത്തിയപ്പോൾ നെല്ല് സംഭരണം പ്രതിസന്ധിയിൽ. കുട്ടനാട്, അപ്പർ കുട്ടനാട് മേഖലകളിലെ പല പാടശേഖരങ്ങളിലും നെല്ല് കെട്ടിക്കിടക്കുന്നു. കർഷകർ പ്രതിസന്ധിയിൽ. കർഷകരെ സഹായിക്കാൻ ഉചിതമായ നടപടി സ്വീകരിക്കുമെന്ന് കൃഷിമന്ത്രി P. പ്രസാദ്. കുട്ടനാട് ഫൈൻ ആർട്സ് സൊസൈറ്റിയുടെ പ്രഥമ പൊൻകുന്നം വർഗീസ് സ്മാരക പുരസ്കാരം മുൻമന്ത്രി G. സുധാകരന്. മെയ് 18 നടക്കുന്ന ചടങ്ങിൽ പുരസ്കാര സമർപ്പണം നടക്കും. മലക്കപ്പാറയിൽ നിന്ന് ചതുരംഗപ്പാറയിൽ KSRTCയിലെ പാട്ടുകാരൻ വീണ്ടും. നേരത്തെ ബസ്സിനുള്ളിലിരുന്ന് പാടി സമൂഹമാധ്യമങ്ങളിൽ വൈറലായി. ഇപ്പോഴിതാ ബസ്സിന് വെളിയിൽ പാട്ടിൻ്റെ പാലാഴി തീർക്കുന്നു. കൈയടിച്ച യാത്രക്കാർ. ഓട്ടോ ഡ്രൈവറായ വിനോദ് കുമാർ ജീവൻ നിലനിർത്താൻ ഉദാരമതികളുടെ സഹായം തേടുന്നു. 6 മാസം മുമ്പുണ്ടായ വാഹനാപകടമാണ് വിനോദ് കുമാറിൻ്റെയും കുടുംബത്തിൻ്റെയും ജീവിതം കണ്ണീരിലാഴ്ത്തിയത്. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകും. നമസ്കാരം.